ഹലോ ഫ്രണ്ട്സ്, നാദ് ഇലക്ട്രിക് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ് us start. We know റിപ്പൾഷൻ മോട്ടർ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും ഇൻഡക്ഷൻ മോട്ടർ കോൺസ്റ്റൻറ്റ് സ്പീഡും ഉള്ള മോട്ടറുകളാണ്. റിപ്പൾഷൻ മോട്ടറിനെ പറ്റിയും ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റിയുമുള്ള ഡീറ്റെയിൽഡ് വീഡിയോവിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ചെക്ക്. കമ്മിങ് ബാക്ക് ടു റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ. റിപ്പൾഷൻ മോട്ടർ ഒരു സിംഗിൾ ഫേസ് AC മോട്ടറാണ്. ഇതിൽ റിപ്പൾഷൻ മോട്ടറിൻ്റെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും സ്ക്വിറേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എഫിഷ്യൻസി ആൻഡ് സ്പീഡും കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ മോട്ടറായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. സോ ഓർക്കുക, ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് റിപ്പൾഷൻ മോട്ടർ ആയിട്ടും റൺ ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടർ ആയിട്ടും ആയിരിക്കും. സിൻസ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഇവിടെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള ഒരു റിപ്പൾഷൻ മോട്ടറും കോൺസ്റ്റൻറ്റ് സ്പീഡുള്ള ഇൻഡക്ഷൻ മോട്ടറും ഇവയുടെ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ച് ചേർത്തുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഒരു സെൻട്രിഫ്യൂഗൽ മെക്കാനിസം ഉപയോഗിക്കുന്നു. കമ്മ്യൂട്ടേറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു മോട്ടറിൻ്റെ സ്റ്റേറ്ററിന് നേരെ താഴെ കാണിക്കുന്നത് കോപ്പർ വൈൻഡിങ് ആണ്. തൊട്ട് ഇപ്പുറം കാണിച്ചിരിക്കുന്നത് കമ്മ്യൂട്ടേറ്ററിൻ്റെ ബ്രഷാണ്. ഈ ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ ഇത്രയാണ് ഇവിടെ ഈ പിക്ചറിൽ കൂടുതൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് കൺസ്ട്രക്ഷൻ നോക്കാം. കൺസ്ട്രക്ഷൻ അത് സ്റ്റേറ്ററുണ്ട്, റോട്ടറുണ്ട്, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉണ്ട്. ഇത്രയും കാര്യമാണ് പ്രധാനപ്പെട്ടത്. ഈ സ്റ്റേറ്റർ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പോലെ തന്നെയുള്ള വൈൻഡിങ് ആണ്. സിംഗിൾ ഫേസ് വൈൻഡിങ് ആണ്. അവിടെയാണ് നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുന്നത്. റോട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ DC ആർമേച്ചറിനകത്ത് ഉള്ള പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കണക്ഷനാണുള്ളത്. കമ്മ്യൂട്ടേറ്ററുണ്ട്, ബ്രഷുണ്ട്. ഈ ബ്രഷുകൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നു. സെൻട്രിഫ്യൂഗൽ സ്വിച്ച്, നെക്സ്റ്റ് സെൻട്രിഫ്യൂഗൽ സ്വിച്ചാണ്. ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് മെക്കാനിസം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു നെക്ലേസ് ഉണ്ട്. ഇതിൻ്റെ സഹായത്താലാണ് കമ്മ്യൂട്ടേറ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇനി നമുക്ക് നെക്ലസിനെ പറ്റി സംസാരിക്കാം. ഈ നെക്ലസ് വർക്ക് ചെയ്യുന്ന ഒരു സെൻട്രിഫ്യൂഗൽ മെക്കാനിസത്തിൻ്റെ സഹായത്തോടെയാണ്. നെക്ലസ് ഉപയോഗിച്ച് കമ്മ്യൂട്ടേറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ കഴിയുന്നു. ഈ കമ്മ്യൂട്ടേറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിയുമ്പോൾ റോട്ടർ ഒരു സ്ക്വിറേജ് റോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ സ്ക്വിറേജ് റോട്ടറായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ഇതൊരു സാധാരണ രീതിയിലൊരു ഇൻഡക്ഷൻ മോട്ടറായി പ്രവർത്തിച്ച് റൺ ചെയ്യുന്നത്. ചിത്രത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു സെക്ഷണൽ വ്യൂ ആണ്. ഈ സെക്ഷണൽ വ്യൂവിൽ 4 പോളുള്ള ഒരു റിപ്പൾഷൻ മോട്ടറാണ് കാണിച്ചത്. 1, 2, 3, 4 4 പോള്. അതേപോലെ തന്നെ ഇതിന് 4 ബ്രഷുകളുണ്ട്. ഈ 4 ബ്രഷുകൾ, ഈ 2 ബ്രഷുകൾ വീതം ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതും കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡനൽ വ്യൂ ആണ്. അവിടെ നമ്മൾ കമ്മ്യൂട്ടേറ്റർ കാണിച്ചിരിക്കുന്നു. കമ്മ്യൂട്ടേറ്ററിൻ്റെ മുകളിലും താഴെയായിട്ട് 2 ബ്രഷുകൾ കാണിച്ചിരിക്കുന്നു. തൊട്ടിപ്പുറേ കാണിച്ചിരിക്കുന്നത് നെക്ലസ് ആണ്. ഈ നെക്ലസ് സ്പ്രിങ് ആക്ഷൻസ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. തൊട്ട് താഴെ അതിനെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കാണിക്കുന്നുണ്ട്. ഒരു സർട്ടൻ സ്പീഡിൽ എത്തിക്കഴിയുമ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ആക്ഷൻസ് കൊണ്ട് നെക്ലസ് കമ്മ്യൂട്ടേറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഈ റോട്ടർ ഒരു സ്ക്വിറേജ് റോട്ടറായിട്ട് തീരുകയും മോട്ടർ ഒരു ഇൻഡക്ഷൻ മോട്ടറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ബ്രഷ് ഹാൻഡിലിംഗ് ആണ്. ചില ഡിസൈനുകളിൽ
കമ്മ്യൂട്ടേറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയ ശേഷം ബ്രഷ് ലിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫ്രിക്ഷൻ ലോസ് കുറയ്ക്കാനും തേയ്മാനം കുറയ്ക്കാനും കഴിയുന്നു. ഓക്കെ, അടുത്ത നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. സ്റ്റാർട്ടിങ് ആസ് എ റിപ്പൾഷൻസ് മോട്ടർ. സിംഗിൾ ഫേസ് സപ്ലൈ സ്റ്റേറ്ററിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സ്റ്റേറ്ററിലും റോട്ടറിലും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവയുടെ പോളാരിറ്റി സെയിം ആയിരിക്കുന്നതിനാൽ അവ തമ്മിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ റോട്ടർ കറങ്ങുകയും ചെയ്യുന്നു. താഴത്തെ ചിത്രത്തിൽ അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ പോള് രണ്ട് മാഗ്നറ്റിക് കാണിച്ചിരിക്കുന്നു. നോർത്ത് പോളും ഒരേ സൈഡിൽ വരുന്നു. അവ തമ്മിൽ റിപ്പൾഷൻ ചെയ്യുന്നു. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് അങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രാൻസിഷൻസ് ടു ദ ഇൻഡക്ഷൻസ് മോട്ടോർ ഓപ്പറേഷനാണ്. ഈ മോട്ടോർ ഒരു 70 to 80 70 to 80% ഓഫ് ദ ഫുൾ സ്പീഡിലെത്തുമ്പോൾ സെൻട്രിഫ്യൂഗൽ മെക്കാനിസം വർക്ക് ചെയ്ത് നെക്ലേസിൻ്റെ സഹായത്താൽ കമ്മ്യൂട്ടേറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ മോട്ടറിൻ്റെ റോട്ടർ ഒരു സ്ക്വിറക്കേജ് വൈൻഡിങ് ടൈപ്പായി മാറുകയും മോട്ടോർ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻസ് മോട്ടറായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറായി ഇതിനെ മാറ്റിയെടുക്കുവാൻ കഴിയുന്നു. ഇനി നമുക്ക് ഈ മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ് ഈ മോട്ടറിനുള്ളത്. ഫുൾ ലോഡ് ടോർക്കിനെ അപേക്ഷിച്ച് ഇതിന് 3 times സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ടോർക്ക് 3 times കൂടുതലായിരിക്കും. ഈ മോട്ടറിൻ്റെ സ്പീഡപ്പ് ചെയ്യുമ്പോൾ ടോർക്ക് വളരെ റാപ്പിഡ്ലി ആണ്. മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് കറണ്ടാണ് ഇതിനുള്ളത്. മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് കറണ്ട് മറ്റുള്ള മോട്ടറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് മോഡറേറ്റ് ആണ്. കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓപ്പറേഷനാണ്. സാധാരണ രീതിയിലുള്ള നോർമൽ റണ്ണിങ്ങിൽ ഇതിനൊരു കോൺസ്റ്റൻറ്റ് സ്പീഡാണ് കിട്ടുന്നത്. നോർമൽ റണ്ണിങ്ങിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ്, അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. റണ്ണിങ് എഫിഷ്യൻസി ഹൈ ആയിരിക്കും ഇവിടെ. റണ്ണിങ് എഫിഷ്യൻസി കമ്മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ഓൺലി ഡ്യൂറിങ് സ്റ്റാർട്ടിങ് സമയത്ത് മാത്രമേ ഇതിനൊരു കമ്മ്യൂട്ടേഷൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നുള്ളൂ. സ്പീഡ് റെഗുലേഷൻസ് ഗുഡാണ് ഈ മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഹൈ സ്റ്റാർട്ടിംഗ് ലോഡ് ഉള്ള സിംഗിൾ ഫേസ് ആപ്ലിക്കേഷനാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. കംപ്രസേഴ്സ്, പമ്പ്, റെഫ്രിജറേറ്റർ, ഹെവി ഡ്യൂട്ടി മെഷീനറി എന്നിവ. So that's all about the repulsion start induction run motor. Thanks for watching. Please like, share and subscribe Nadi Electrical Academy.